Welcome students, Standard 8, Chapter 1 English, The Mysterious Picture, Part 2 ആണ്. Part 1 കാണാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ക്യാപ്റ്റൻ്റെ കുപ്പായത്തിലെ സ്വർണ്ണനൂലിൻ്റെ ഒരു കഷ്ണം ആവശ്യപ്പെടുകയായിരുന്നു ഇന്നലെ ടിൽ. അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ബാക്കി ഭാഗം നോക്കാം. The captain was playing a game of chess with another officer. He looked curiously at Till. ക്യാപ്റ്റൻ മറ്റൊരു ഓഫീസറുമായി ചെസ്സ് കളിക്കുകയായിരുന്നു. അദ്ദേഹം ടില്ലിനെ കൗതുകത്തോടെ നോക്കി. വേർ ഡു യു കം ഫ്രം? ഹി ആസ്ഡ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അയാൾ ചോദിച്ചു. ഫ്രം ഫ്ലാൻഡേഴ്സ്, റിപ്ലൈഡ് ടിൽ. ഫ്ലാൻഡേഴ്സിൽ നിന്ന് വരുന്നെന്ന് ടിൽ മറുപടി കൊടുത്തു. I should like to show His Highness the Archduke one of my paintings. എൻ്റെ ചിത്രങ്ങളിൽ ഒരെണ്ണം ആദരണീയനായ ആർച്ച് ഡ്യൂക്കിനെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ടിൽ പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ പറയുകയാണ്, വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ, സെഡ് ദി ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. കൊള്ളാം, നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്നുള്ള ചിത്രകാരനാണെങ്കിൽ അകത്തേക്ക് വരാം. ചെറിയൊരു താല്പര്യത്തോടുകൂടി ക്യാപ്റ്റൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. The captain knew that the Flemish painters and their pictures were in great demand all over Europe. ഫ്ലെമിഷ് ചിത്രകാരന്മാർക്കും അവരുടെ ചിത്രങ്ങൾക്കും ധാരാളം ആവശ്യക്കാർ ഉണ്ടെന്ന് ക്യാപ്റ്റന് അറിയാമായിരുന്നു. യൂറോപ്പിൽ അവയ്ക്ക് നല്ല ഡിമാൻഡും ഉണ്ടായിരുന്നു. ടിൽ വാസ് പ്രസൻറ്റഡ് ടു ദി ആർച്ച് ഡ്യൂക്ക്. ടില്ലിനെ ആർച്ച് ഡ്യൂക്കിൻ്റെ മുന്നിൽ ഹാജരാക്കി. He saluted the Archduke 3 times and stood before him with his head bowed. ആർച്ച്ഡ്യൂക്കിനെ 3 തവണ സല്യൂട്ട് ചെയ്ത ശേഷം തല കുമ്പിട്ട് വണങ്ങി ടിൽ അവിടെ നിന്നു. എൻ്റെ ഒരു ചിത്രം അങ്ങേക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ചു പോയത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം എന്ന് ടിൽ പറഞ്ഞു. May your highness pardon me for my rashness in thinking that one of my paintings will please your highness. I have brought a picture of Our Lady the Virgin in her royal robes. രാജകീയ വേഷത്തിൽ ലേഡി വിർജിൻ നിൽക്കുന്ന ചിത്രം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. I have painted it specially so that I might lay it at your noble feet. Till paused a few moments for his words to sink in. Then he continued, you must forgive me, your highness, if I have dared to hope that this picture will please you. ടിൽ ആർച്ച് ഡ്യൂക്കിനോട് പറയുകയാണ്, അങ്ങയുടെ തൃപ്പാദത്തിൽ ഞാൻ പ്രത്യേകമായി വരച്ച ചിത്രം സമർപ്പിക്കുന്നു പ്രഭു. ഈ ചിത്രം അങ്ങയെ സന്തോഷിപ്പിക്കുന്നുവെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയതിൽ എന്നോട് പൊറുക്കണം. ഒരു പക്ഷേ കൊട്ടാരത്തിലെ ചിത്രകാരൻ മരിച്ചുപോയ ഒഴിവിലേക്ക് എന്നെ നിയമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ മീ ദ ചെയർ ഓഫ് യുവർ കോട്ട് പെയിൻറ്റർ ഹൂ ഡൈഡ് റീസെൻ്റ്ലി. I can see the empty velvet chair waiting to be filled. ആളൊഴിഞ്ഞു കിടക്കുന്ന ആ വെൽവെറ്റ് കസേര ഞാൻ കാണുന്നുണ്ട്. The Virgin's picture was a splendid painting and the Archduke made up his mind at once. He embraced and kissed him on both cheeks. He said, I shall be delighted to make you my court painter. വിർജിൻ്റെ ചിത്രം ടില്ലിൻ്റെ ഉദാത്തമായ സൃഷ്ടിയായിരുന്നു. ചിത്രം കണ്ട ഉടനെ ആർച്ച് ഡ്യൂക്കിൻ്റെ മനസ്സ് നിറഞ്ഞു. ടില്ലിനെ അദ്ദേഹം ആശ്ലേഷിക്കുകയും, അതായത് കെട്ടിപ്പിടിക്കുകയും ഇരു കവിളുകളിൽ ചുംബിക്കുകയും ചെയ്തു. താങ്കളെ എൻ്റെ കൊട്ടാരത്തിലെ ചിത്രകാരനായി നിയമിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു. He directed him to the chair and made him sit on it. Well, my dear fellow, he said, you do have a tongue in your head and you certainly seem to know how to use it. You are a very talkative fellow, aren't you? ആർച്ച്ഡ്യൂക്ക് ടില്ലിനെ ആ പട്ട് കസേരയിൽ കൊണ്ട് ഇരുത്തി. എന്നിട്ട്, കൊള്ളാം എൻ്റെ പ്രിയ കൂട്ടുകാരാ, ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, നാവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങളെ വളരെയധികം സംസാരിക്കുന്ന ആളാണല്ലേ.
ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെയധികം സംസാരിക്കുന്ന ആളാണെന്നാണ് അർത്ഥം. ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് ചോദിക്കുന്നു, യുവർ ഹൈനസ്, മേ ഇറ്റ് പ്ലീസ് you to remember me and my donkey, Jeff, for just one more minute, Till replied. പ്രഭു, എന്നെയും എൻ്റെ കഴുത ജെഫിനെയും പറ്റി ഒരു നിമിഷം കൂടി സംസാരിച്ചാൽ അങ്ങേക്ക് അനിഷ്ടമാകുമോ എന്ന് ടിൽ ചോദിക്കുകയാണ്. My donkey has been feeding himself fairly well all along the way on the thorns in the hedges and the grass on the roadside, but I had nothing to eat for the past 3 days. My stomach has been complaining very loudly. യാത്രക്കിടയിൽ എൻ്റെ കഴുത വേലിയിലെ മുൾച്ചെടിയും വഴിയോരത്തെ പുല്ലുകളും തിന്ന് വിശപ്പ് അടക്കിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എൻ്റെ വയർ ഉച്ചത്തിൽ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നുവെച്ചാൽ വിശന്ന് വലഞ്ഞു പോയിരിക്കുകയാണ് ടിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. I have been feeding myself with dreams of good food and drink at your royal table. ടിൽ ആർച്ച് ഡ്യൂക്കിനോട് പറയുകയാണ്, എൻ്റെ വയർ ഉച്ചത്തിൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അങ്ങേക്കും അത് കേൾക്കാൻ കഴിയുന്നുണ്ടായിരിക്കും. കൊട്ടാരത്തിലെ വിരുന്ന് മേശയിൽ നിന്നും നല്ല പലഹാരങ്ങളും നല്ല പാനീയങ്ങളും കൊണ്ട് വിശപ്പടക്കാമെന്ന് ഞാൻ സ്വപ്നം കണ്ട് ഇരിക്കുകയായിരുന്നു. The Archduke smiled and said, well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey? ആർച്ച് ഡ്യൂക്ക് ടില്ലിനോട് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാൾ സുഭിക്ഷമായ ഭക്ഷണം ഇവിടെ കിട്ടും. ആർച്ച് ഡ്യൂക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കഴുത എവിടെ? I left him outside opposite the palace. I shall be most grateful if Jeff is looked after. He needs a little fodder and lodging at night, said Till. കഴുതയെ കൊട്ടാരത്തിന് എതിർവശത്ത് മേയാൻ വിട്ടു. ജെഫിന് സംരക്ഷണം നൽകിയാൽ ഞാൻ അങ്ങയോട് നന്ദിയുള്ളവനായിരിക്കും. കുറച്ച് തീറ്റയും രാത്രിയിൽ കിടക്കാൻ ഒരു കൂടും വേണം, ടിൽ ആർച്ച് ഡ്യൂക്കിനോട് പറഞ്ഞു. The Archduke immediately ordered the donkey to be taken care of, and he added, treat it like one of my own animals. ഉടൻ തന്നെ കഴുതയെ സംരക്ഷിക്കുവാൻ ആർച്ച് ഡ്യൂക്ക് നിർദ്ദേശം നൽകി. തൻ്റെ മൃഗങ്ങൾക്ക് നൽകുന്ന പരിചരണം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. Before long, supper was served and it was like a wedding feast. The tables were loaded with every kind of foods and drink. Wine flowed with water. The courtiers stuffed themselves with the choicest dishes. The Archduke made Till eat and drink until his stomach was about to burst. വൈകാതെ തന്നെ അത്താഴം വിളമ്പി. സപ്പർ എന്ന് വെച്ചാൽ അത്താഴമാണ്. ഒരു വിവാഹ സദ്യ പോലെ ആയിരുന്നു. എല്ലാ തരത്തിലുമുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും മേശയിൽ നിരന്നു. മേൽത്തരം വീഞ്ഞുകൾ വെള്ളം പോലെ ഒഴുകി. ഇഷ്ടഭക്ഷണങ്ങൾ രാജഭൃത്യന്മാർ, കോർട്ടിയേഴ്സ് എന്ന് വെച്ചാൽ രാജഭൃത്യന്മാരാണ്, നന്നായി ആസ്വദിച്ചു. വയർ നിറഞ്ഞു പൊട്ടുന്നത് വരെ ടില്ലിനെ ആർച്ച് ഡ്യൂക്ക് സൽക്കരിച്ചു. The Archduke too ate heartily. His face was flushed with drink, but he seemed lost in thought. He suddenly looked up and said loudly, our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants. We too have to take our palace in history along with our noble ancestors whose portraits adorn these walls. ആർച്ച് ഡ്യൂക്ക് ഭക്ഷണം ആസ്വദിക്കുകയും വീഞ്ഞു കുടിച്ച് മുഖം ചുമന്നു തുടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ ആർച്ച് ഡ്യൂക്ക് എന്തോ ചിന്തിച്ചിരുന്നു. പെട്ടെന്ന് ചിന്തയിൽ നിന്നുണർന്ന് ഉച്ചത്തിൽ പറഞ്ഞു, നമ്മുടെ ഛായാചിത്രം ചിത്രകാരൻ വരയ്ക്കണം. അങ്ങനെയായാൽ നമ്മുടെ സ്മരണ അടുത്ത തലമുറയ്ക്ക് കൈമാറിയെന്ന സംതൃപ്തി എനിക്കുണ്ടാകും. ഈ ചുമരുകളെ അലങ്കരിക്കുന്ന പൂർവികരുടെ ഛായാചിത്രങ്ങൾക്കൊപ്പം എൻ്റെ ഛായാചിത്രവും സ്ഥാപിച്ച് ചരിത്രത്തിൽ സ്ഥാനം നേടണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ദുഃഖകരമാണ്. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. വി ഡു നോട്ട് നോ വെൻ God will think fit to summon us, but our portrait should be painted.
നമ്മെ എപ്പോഴാണ് ദൈവം തിരിച്ചു വിളിക്കുന്നതെന്ന് നിശ്ചയമില്ല. അതുകൊണ്ട് ഉടൻ തന്നെ നമ്മുടെ ഛായാചിത്രം വരയ്ക്കണം. Till quickly replied, "Your lordship's slightest wish is to be command." മഹാരാജാവേ, അങ്ങയുടെ ഏതൊരു ചെറിയ ആഗ്രഹവും എനിക്കുള്ള ആജ്ഞയാണ്. All the same, I do feel rather unhappy about painting your lordship all by yourself. It is not terrible to think of your lordship being lonely forever and ever. ടിൽ ഉടൻ തന്നെ മറുപടി പറഞ്ഞു, അങ്ങയുടെ ഛായാചിത്രം മാത്രം വരയ്ക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. മഹാരാജാവേ, അങ്ങ് എക്കാലവും ഏകാന്തമായി ഇരിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പേടി തോന്നുന്നില്ലേ? Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn this court? A court like this has few rivals in splendor, loveliness and chivalry. പ്രിയ സഹോദരീ സഹോദരന്മാരെ, മഹാരാജാവിനൊപ്പം രാജ്ഞിയും തോഴിമാരും പ്രഭുക്കന്മാരും ക്യാപ്റ്റന്മാരുമൊക്കെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇത്രയും പ്രൗഢിയും പ്രതാപവുമുള്ള കൊട്ടാരങ്ങൾ കുറവാണ്. സൗന്ദര്യവും ഗാംഭീര്യവുമുള്ള കൊട്ടാരത്തിൽ രാജാവിനൊപ്പം രാജ്ഞിയും നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നവരായി ചിത്രീകരിക്കും. I will make my lord and lady shine forth like the moon surrounded by lanterns. ടില്ല് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും ചിത്രങ്ങൾ ഒരുമിച്ച് വരയ്ക്കാമെന്നാണ് ടില്ല് പറയുന്നത്. The Archduke thought it was a good idea. അതൊരു നല്ല ആശയമായി ആർച്ച് ഡ്യൂക്കിനും തോന്നി. Well, my friend, your painting will be a great piece of art. What reward do you expect for it? ആർച്ച് ഡ്യൂക്ക് പറയുകയാണ്, സുഹൃത്തെ, താങ്കൾ വരയ്ക്കുന്ന ഛായാചിത്രം ഉദാത്തമായ സൃഷ്ടിയായി മാറും. അതിന് എന്ത് പ്രതിഫലമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? 100 pieces of gold you can pay me now or later, just as you please. Here are the 100 pieces of gold in advance, said the Archduke, giving him the gold. Till ആർച്ച് ഡ്യൂക്കിനോട് പറഞ്ഞു, 100 സ്വർണ്ണക്കട്ടികളാണ് പ്രതിഫലമായി വേണ്ടത്. ഇപ്പോഴോ പിന്നീട് താങ്കൾക്ക് ഇഷ്ടമുള്ള സമയത്തോ തന്നാൽ മതി. ഇതാ 100 സ്വർണ്ണക്കട്ടികൾ. മുൻകൂട്ടി സ്വർണ്ണക്കട്ടികൾ കൈമാറിക്കൊണ്ട് ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു. ഇത്രയും നിങ്ങൾ കേട്ട് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത്രയും തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് വായിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.